Dear students, welcome back. We are continuing with the van der Waals equation. Okay. So in the last section, we learned van der Waals equation for n mole of a gas and van der Waals equation for 1 mole of a gas. The equation is P plus n square A by V square into V minus NB equal to nRT. This is the equation for n moles of gas, and P plus A by V square into V minus B equal to RT. This is for 1 mole of gas. Okay. Here n is number of moles. Okay. Number of moles 1 ആണെങ്കിൽ n ഉണ്ടാവില്ല. That is P plus A by V square into V minus B is equal to RT. It is for 1 mole of gas. അപ്പോൾ നമ്മുടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു B ഉണ്ട്. പ്രഷറും വോളിയം അല്ലാണ്ട് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന ഇക്വേഷനിൽ അല്ലാണ്ട് ആ ഇക്വേഷനിൽ ഇല്ലാത്ത രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. സോ ദിസ് എ ആൻഡ് ബി ആർ കളക്റ്റീവ്ലി നോൺ ആസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ്. സോ എ ആൻഡ് ബി ആർ കളക്റ്റീവ്ലി നോൺ ആസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് ബി നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ബി എന്താണ് ബി? ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂഡഡ് വോളിയം ഫോർ 1 മോൾ ഓഫ് ഗ്യാസ്. അത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എഫക്റ്റീവ് വോളിയമാണ്. 1 മോളിൻ്റെ എഫക്റ്റീവ് വോളിയം അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് വോളിയമാണ് നമ്മൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് കോ വോളിയം. എന്താണ് ബിയുടെ യൂണിറ്റ് നോക്കിയിട്ടുണ്ട് നമ്മൾ. വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ എന്താണെന്ന് നോക്കാൻ പോകാം. ഈ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റിൽ പ്രഷർ കറക്ഷൻ ഫാക്ടർ എഴുതിയിട്ടുണ്ട് നമ്മൾ. പി ഡാഷ് is equal to A into n square by V square. Okay, so the pressure correction factor is equal to A into n square by V square. This A is actually the measure of the intermolecular force of attraction. Okay, നമ്മൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനുണ്ട്. ഈ രണ്ട് ഗ്യാസ് മോളിക്യൂളിനിടയിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? എ. Okay, അപ്പോൾ A, van der Waals constant A is the measure of the attractive force or intermolecular force of attraction between gas molecules. അപ്പോൾ higher, more, that is more the attraction, higher will be the value of A. അപ്പോൾ A എന്താണെന്ന് മനസ്സിലായല്ലോ. It is a measure of intermolecular force of attraction, or it is a measure of attractive force between gas molecules. എന്താണ് എയുടെ യൂണിറ്റ് നോക്കാം നമുക്ക്. പി ഡാഷ് ഇസ് ഈക്വൽ ടു എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നല്ലേ. അവിടെ നിന്ന് എ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമ്മൾ? എ ഇസ് ഈക്വൽ ടു പി ഡാഷ് ഇൻറ്റു വി സ്ക്വയർ ബൈ എൻ സ്ക്വയർ അല്ലേ. വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എയുടെ ഇക്വേഷനോ. എ ഇസ് ഈക്വൽ ടു പി വി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് എന്തായി? യൂണിറ്റ് പ്രഷറിൻ്റെ യൂണിറ്റ് നമ്മൾ എ ടി എമ്മിൽ പറയാമെന്ന് വിചാരിക്കാം. സോ ഇറ്റ് ഈസ് എ ടി എം. വോളിയം ലിറ്ററിൽ പറഞ്ഞാൽ ലിറ്റർ സ്ക്വയർ. യൂണിറ്റ് ഓഫ് എ ഇസ് എ ടി എം ലിറ്റർ സ്ക്വയർ ബൈ എൻ സ്ക്വയർ അല്ലേ. എൻ ഇസ് നമ്പർ ഓഫ് മോൾസ്, ദെയർഫോർ ഇറ്റ് ഈസ് മോൾ റൈസ് ടു -2. ഓക്കെ. ഇനി പ്രഷർ ന്യൂട്ടൻ്റെ ടേംസിൽ പറഞ്ഞാൽ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ? യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പോൾ വോളിയം ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബാണ്. അപ്പോൾ മീറ്റർ ക്യൂബ് ദ ഹോൾ റൈസ് ടു 2, ദാറ്റ് ഈസ് മീറ്റർ റൈസ് ടു 6. മനസ്സിലായോ? ഇവിടെ പ്രഷർ നമ്മൾ എ ടി എമ്മിൽ എക്സ്പ്രസ് ചെയ്തു, വോളിയം ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്തു, പെർ മോൾ റൈസ് ടു -2. ഇനി പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും വോളിയം മീറ്റർ ക്യൂബിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ പ്രഷർ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2. വോളിയം മീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ മീറ്റർ ക്യൂബ് ദ ഹോൾ സ്ക്വയർ, മീറ്റർ റൈസ് ടു 6. ഡിനോമിനേറ്ററിൽ മോൾ ഉണ്ട്, മോൾ റൈസ് ടു -2. അപ്പോൾ അനദർ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു 4, മോൾ റൈസ് ടു -2. ദീസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് എ. എയുടെ യൂണിറ്റ്. അപ്പോൾ എ എന്താണെന്ന് മനസ്സിലായി. എന്താണ് എ? രണ്ട് മോളിക്യൂളിനിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് എ നോക്കിയാൽ മനസ്സിലാവുക. എയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് മോളിക്യൂളിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുതലെന്നാണ്. അപ്പോൾ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഇൻ്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് എയുടെ വാല്യൂ കൂടും. ഓക്കെ. എയുടെ യൂണിറ്റ് രണ്ടാണ്, ഇതും ഇതുണ്ട്. എ ടി എം ലിറ്റർ സ്ക്വയർ പെർ മോൾ സ്ക്വയർ, ന്യൂട്ടൺ മീറ്റേഴ്സ് റൈസ് ടു 4, മോൾ റൈസ് ടു -2. ഓക്കെ.
നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിച്ചപ്പോൾ മോളിക്യൂൾസിനെ പോളാർ മോളിക്യൂളെന്നും നോൺ പോളാർ മോളിക്യൂളെന്നും പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പോളാർ കോവാലൻ്റിലെ മോളിക്യൂളിൽ പോളാർ മോളിക്യൂളുണ്ട്, നോൺ പോളാർ മോളിക്യൂളുണ്ട്. അപ്പോൾ നമ്മൾ പോളാർ മോളിക്യൂളിൻ്റെ എയും നോൺ പോളാർ മോളിക്യൂളിൻ്റെ എയും കൺസിഡർ ചെയ്താൽ പോളാർ മോളിക്യൂളിൻ്റെ എ വിൽ ബി ഗ്രേറ്റർ ദാൻ നോൺ പോളാർ. അത് അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ടേമിലാണ് വരിക. നമ്മളത് അട്രാക്റ്റീവ് ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കോ. സ്ട്രോങ്ങർ ദ അട്രാക്ഷൻ ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ ഓഫ് എ. ഇപ്പോൾ എ എന്താണെന്ന് മനസ്സിലായി, യൂണിറ്റ് മനസ്സിലായി. ഓക്കെ അല്ലേ? ദെൻ ബി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ബി പറയുകയാണെങ്കിൽ ബി എന്താണ്? 1 mole ഓഫ് ഗ്യാസിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയമാണ്. യൂണിറ്റ് നമ്മൾ പറഞ്ഞു ലിറ്റർ പെർ മോൾ. ഓക്കെ അല്ലേ? ദെൻ ഇനി എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എ പറഞ്ഞു, ബി പറഞ്ഞു. എയും ബിയുടെയും പേര് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് എന്നാണ്. ദീസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് ടിപ്പിക്കലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്. ഓക്കെ, ഒരു ഗ്യാസ് എടുത്താൽ അപ്പോൾ ഓക്സിജൻ, നിയോൺ, ഹീലിയം, അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഗ്യാസ് എടുത്തു വിചാരിക്കാം. ആ ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 വേരിയബിളാണ് എയും ബിയും. ആൻഡ് ദിസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Okay, so മനസ്സിലാക്കുക, the van der Waals constant A and B depends only on the nature of gas. It is independent of temperature and pressure. അപ്പോൾ A എന്താണ്, B എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ B ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു the order of B will be between 10 raised to -2 to 10 raised to -4. But the order of A will be 10 raised to -1 to 10 raised to -2. അപ്പോൾ നമ്മളൊരു ഗ്യാസിൻ്റെ എയുടെ ബിയുടെ വാല്യൂസ് എഴുതുമ്പോൾ ബിയുടെ വാല്യൂ എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയും എയുടെ വാല്യൂ എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് 10 raised to -1 to 10 raised to -2. എയുടെ ഓർഡർ ഇങ്ങനെ 10 raised to -2 to 10 raised to -4 ആണ്. ആൻഡ് ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ്. അപ്പോൾ എ എന്താണ്, ബി എന്താണെന്നൊരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബി എന്ന് പറഞ്ഞാൽ ഗ്യാസിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ എഫക്റ്റീവ് വോളിയം. എ എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഐഡിയ. ഓക്കെ, ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ആൻഡ് ബി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2 types ഓഫ് ഗ്യാസ് ഉണ്ട്, ഐഡിയൽ ഗ്യാസും നോൺ ഐഡിയൽ ഗ്യാസും. ദാറ്റ് ഇസ് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും. ഒരു ഗ്യാസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ നിയോൺ. ഈ ഗ്യാസ് ഐഡിയൽ നേച്ചറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്? ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ. ഓക്കെ, നോൺ ഐഡിയൽ ഈസ് ഓൾസോ നോൺ as റിയൽ ഗ്യാസ്. ക്ലിയർ അല്ലേ? ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? PV equal to nRT. PV will be exactly equal to nRT. But in the case of real gas or non-real gas, non-ideal gas, PV not equal to nRT. Okay, നമ്മളിപ്പോൾ എന്നും ആറും ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ 2 moles ഓഫ് ഹീലിയം അറ്റ് 25 degrees Celsius എന്ന് സങ്കല്പിക്കുക. 2 moles ഓഫ് ഹീലിയം 25 degrees Celsius. അപ്പോൾ 2 mole ഉണ്ട്, 25 degree ഉണ്ട്. അപ്പോൾ NRT ചെയ്യുക, ആ ഹീലിയത്തിൻ്റെ പ്രഷറും വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. P ഇൻറ്റു വി ചെയ്താൽ N ഇൻറ്റു RT ചെയ്യുക. രണ്ടും കമ്പയർ ചെയ്താൽ P ഇൻറ്റു വി വിൽ ബി നോട്ട് ഈക്വൽ ടു ഓർ ഇറ്റ് വോണ്ട് ബി ഈക്വൽ ടു NRT. അതാണ് നമ്മൾ റിയൽ ഗ്യാസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? P ഇൻറ്റു വി ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂയും N ഇൻറ്റു RT ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂയും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അതാണ് റിയൽ ഗ്യാസ്, ideal gas. PV equal to nRT. In the case of non-ideal or real gas, PV not equal to nRT. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നോൺ ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഡീവിയേഷൻ കൂടുതലാണോ കുറവാണോ, അത് എത്രത്തോളം കൂടും എത്രത്തോളം കുറയും എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഒരു റിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ഫാക്ടർ or term called compressibility factor. Okay, so compressibility factor is represented as Z. അപ്പോൾ എന്തുവായി compressibility factor എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ നേച്ചറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു, ആ ഡീവിയേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് compressibility factor. So it expresses the deviation of real gas. It expresses or it gives the deviation of real gas from ideal behavior. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കോ.
നമ്മൾ രണ്ട് ഗ്യാസ് കമ്പയർ ചെയ്തു, ഒന്ന് റിയലും ഒന്ന് നോൺ ഐഡിയലും. അത് റിയൽ ഗ്യാസും ഒന്ന് റിയൽ ഗ്യാസും എന്ന് വിചാരിക്കാം. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഞാൻ ഈ രണ്ടുപേരെയും കൊണ്ടുവച്ചു, ഒന്ന് റിയലും ഒന്ന് നോൺ ഐഡിയൽ ഗ്യാസുമാണ്. അപ്പോൾ നമുക്കറിയാം പി വി ഓഫ് റിയൽ ഗ്യാസ് ഇത് പ്രഷർ വോളിയം പ്രോഡക്റ്റ് ഓഫ് pressure volume product of ideal gas, pressure volume product of real gas. This won't be equal to nRT, this is equal to nRT. Okay, അപ്പോൾ നമ്മൾ ഡീവിയേഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു, സപ്പോസ് രണ്ടുപേരും സെയിം ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇഫ് ബോത്ത് ദ ഗ്യാസസ് നമ്മൾ ഒരു സെയിം കണ്ടീഷനിൽ ഐഡിയലും നോൺ ഐഡിയലും കമ്പയർ ചെയ്തിട്ട് ഈ നോൺ ഐഡിയൽ നേച്ചറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഫോർ ദാറ്റ് ബോത്ത് ദ ഗ്യാസസ് ആർ സപ്പോസ് ടു കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ T. അപ്പോൾ രണ്ടുപേരും സെയിം ടെമ്പറേച്ചറിലാണ്, സെയിം നമ്പർ ഓഫ് മോൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ NRT രണ്ടുപേർക്കും കോമൺ അല്ലേ? ഓക്കെ, 2 moles ഓഫ് ഐഡിയൽ ഗ്യാസും 2 moles ഓഫ് ദിസ് ഗ്യാസും. അപ്പോൾ NRT കോമൺ ആണ്. പക്ഷേ പിയും വിയും ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, പ്രഷറും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ NRT ഇവിടെ NRT. ഓക്കെ, ഇവിടെ പി വി നോട്ട് ഈക്വൾ ടു NRT, ഇവിടെ പി വി ഈക്വൾ ടു NRT, ഇവിടെ പി വി നോട്ട് ഈക്വൾ ടു NRT. ഓക്കെ, NRT എന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കുക. പക്ഷേ പി വി ഐഡിയലും പി വി റിയലും ഡിഫറെൻ്റ് അല്ലേ? അതിൻ്റെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ സെയിം ടെമ്പറേച്ചറിൽ സെയിം നമ്പർ ഓഫ് മോളും എടുത്താൽ, സെയിം ടെമ്പറേച്ചറും സെയിം നമ്പർ ഓഫ് മോൾസും, പി വി റിയലിൻ്റെയും പി വി ഐഡിയലിൻ്റെയും റേഷ്യോ ആണ് ആക്ച്വലി കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, Z is equal to pressure volume product of real gas divided by pressure volume product of ideal gas. Clear അല്ലേ? അപ്പോൾ Z is equal to PV real by PV ideal. If both have the same pressure, രണ്ടുപേരും നമ്മൾ സെയിം പ്രഷറിലും കീപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്, both are kept at 1 atm, both are kept at 25 degrees Celsius, both have 2 moles of gas, 1 atm 25 degrees Celsius. അപ്പോൾ പ്രഷറും സെയിം അല്ലേ? പ്രഷർ സെയിം ആണെങ്കിൽ പ്രഷറും ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ എന്താണ്? ദിസ് ഈസ് T സെയിം, ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും സെയിം ആണ്. ഇഫ് T and P ആർ സെയിം, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് അഗെയിൻ ഈക്വൽ ടു വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. അതായത് വോളിയം ഓഫ് റിയൽ ഗ്യാസും അതേ കണ്ടീഷനിലുള്ള ഐഡിയൽ ഗ്യാസിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോനെ നമുക്ക് എന്ത് വിളിക്കാം? Compressibility factor. This is also compressibility factor. Okay, again ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ compressibility factor is actually the ratio of real and ideal gas. PV product of real ഗ്യാസും PV product of ideal ഗ്യാസും ഒരേ ടെമ്പറേച്ചറിലുള്ള രണ്ടുപേരുടെയും പ്രഷർ വോളിയം പ്രോഡക്റ്റിൻ്റെ റേഷ്യോ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി റിയൽ ബൈ വി ഐഡിയൽ. ഓക്കെ, ദെൻ അടുത്തൊരു നോക്കിക്കോളൂ. എഗെയിൻ ഞാൻ Z എക്സ്പ്രസ് ചെയ്യാൻ പോവാം. എഗെയിൻ വി ക്യാൻ റൈറ്റ് Z ഈസ് ഈക്വൽ ടു പി വി റിയൽ. പി വി റിയൽ ഈസ് നോട്ട് ഈക്വൽ ടു NRT. അപ്പോൾ പി വി റിയലിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? NRT യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ ഗ്യാസ് ഈസ് റിയൽ ഗ്യാസ്, പി വി നോട്ട് ഈക്വൽ ടു NRT. അപ്പോൾ നമുക്കത് എങ്ങനെ തന്നെ എഴുതേണ്ടി വരും? പി വി റിയൽ by, in the case of ideal gas, P into V. In the case of ideal gas, P into V is equal to NRT. Okay, this is also the expression for compressibility factor. So Z is equal to PV by NRT.
PV real, that is real gas in the pressure into volume divided by nRT. ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് Z. ഓക്കെ, അപ്പോൾ compressibility factor in terms of pressure and volume, compressibility factor in terms of volume, compressibility factor in terms of pressure, volume and nRT. Z is equal to PV by nRT. ഇതാണ് compressibility factor നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ PV റിയലും PV ഐഡിയലും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഇത് ഈക്വൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ Z1 ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് ഒരു 3 കണ്ടീഷൻസ് പറയാം അവിടെ. ഇപ്പോൾ compressibility factor ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ 3 കണ്ടീഷൻ പറയാം. ഒന്ന്, ഇഫ് ദ compressibility factor is 1. ഒരു ഗ്യാസിൻ്റെ compressibility factor കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ ഗ്യാസിൻ്റെ compressibility factorൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. അങ്ങനെ കിട്ടണമെങ്കിൽ PV റിയലും PV ഐഡിയലും ഈക്വൽ ആവണ്ടേ? PV റിയലും PV ഐഡിയലും ഈക്വൽ ആയാൽ ഗ്യാസ് ഐഡിയൽ ആണെന്നല്ലേ അർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് വന്നു? PV റിയലും nRT എന്നായി. അപ്പോൾ nRT ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ PV റിയൽ ഈസ് ഈക്വൽ ടു PV ഐഡിയൽ എന്ന് വന്നു. അപ്പോൾ നമുക്ക് പറയാം ദ ഗ്യാസ് ഇസ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ compressibility factorൻ്റെ വാല്യൂ 1 ആണെങ്കിൽ PV ഈക്വൽ ടു nRT എന്ന് വന്നു. ഓക്കെ, PV ഈക്വൽ ടു nRT എന്ന് ആയാൽ ദ ഗ്യാസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ Z ഈസ് ഈക്വൽ ടു, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, Z ഈസ് ഈക്വൽ ടു PV ബൈ nRT. ഓക്കെ, നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRT. ഈ PVൻ്റെയും ഈ nRTൻ്റെയും റേഷ്യോ അല്ലത്. ആക്ച്വലി PV ബൈ nRT എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ഗ്യാസിൻ്റെ പ്രഷർ വോളിയം പ്രോഡക്റ്റ് ആണ്. ആ റിയൽ ഗ്യാസിൻ്റെ പ്രഷർ വോളിയം പ്രോഡക്റ്റ് nRTക്ക് ഈക്വൽ ആയാൽ ഇസഡിൻ്റെ വാല്യൂ 1 ആയി. ഓക്കെ, അങ്ങനെ PV ഈക്വൽ ടു nRT ആവണമെങ്കിൽ ഗ്യാസ് എന്തായിരിക്കണം? ഐഡിയൽ ആയിരിക്കണം. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഗ്യാസ് എന്താണ്? ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ എന്തില്ല? നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഓർ നോ റിപ്പൽഷൻ. ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല. ദർ ഇസ് നോ ഇൻട്രാക്ഷൻ. ഗ്യാസ് മോളിക്യൂളുടെ വോളിയം നെഗ്ലിജിബിളി സ്മോളും ആണ്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ Z ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഗ്യാസ് എന്താണ്? ഐഡിയൽ ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ അട്രാക്ഷൻ ഓർ നോ റിപ്പൽഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂളുടെ വോളിയം ഗ്യാസിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോളും ആണ്. ക്ലിയർ? ദെൻ കണ്ടീഷൻ നമ്പർ 2, ഇഫ് ദ വാല്യൂ ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ compressibility factor കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ compressibility factorൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. എന്താ മീനിങ്? ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ ഗ്യാസ് നോൺ ഐഡിയൽ അല്ലേ? അപ്പോൾ ഇഫ് Z ഈസ് നോട്ട് ഈക്വൽ ടു 1 ദെൻ ദ ഗ്യാസ് ഇസ് നോൺ ഐഡിയൽ. ഓക്കെ, Z നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ Z ഗ്രേറ്റർ ദാൻ 1 ആവാം, Z ലെസ് ദാൻ 1 ആവാം. ഓക്കെ, അപ്പം നമുക്ക് 3 പോസിബിലിറ്റീസ്: Z ഈക്വൽ ടു 1, Z ഗ്രേറ്റർ ദാൻ 1, Z ലെസ് ദാൻ 1. ഓക്കെ, Z ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഗ്യാസ് ഇസ് ഐഡിയൽ. Z ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടുപേരും നോൺ ഐഡിയൽ തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മളിത് 2 രീതിയിലാണ് പറയാം. Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും ലെസ് ദാൻ 1 ആണെങ്കിലും ഗ്യാസ് ഇസ് നോൺ ഐഡിയൽ. ബട്ട് ഇഫ് ദ വാല്യൂ ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇപ്പോൾ നമ്മൾ പറയും ദ ഗ്യാസ് ഇസ് നോൺ ഐഡിയൽ ഗ്യാസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യും. ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ ദ ഗ്യാസ് ഡീവിയേറ്റിംഗ് നെഗറ്റീവ്ലി. അപ്പോൾ ദിസ് ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ, ദിസ് ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ പറയാം ദ ഗ്യാസ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത് കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണേ. നമ്മൾ പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫ് നമുക്ക് കുറേ ഫാക്ട്, ദാറ്റ് ഇസ് കുറേ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്യാസ് നോൺ ഐഡിയൽ ആണ്, ദ ഗ്യാസ് ഇസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇപ്പോൾ 2 ഗ്യാസ് സെയിം പ്രഷറിലാണെങ്കിൽ നമ്മുടെ Z ഇങ്ങനെ എഴുതിക്കണം, ഇങ്ങനെയല്ലേ? Z is equal to V real by V ideal. ഓക്കെ, ഇസഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ സെയിം പ്രഷറിലും സെയിം ടെമ്പറേച്ചറിലും, മനസ്സിലാക്കണേ, സെയിം പ്രഷറിലും സെയിം ടെമ്പറേച്ചറിലും, T and P സെയിം.
ഓക്കെ, അപ്പോൾ സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും Z ഈസ് ഈക്വൽ ടു വി റിയൽ ബൈ വി ഐഡിയൽ എന്നാണ്. ഇസഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് എന്നായില്ലേ? അങ്ങനെയാണെങ്കിലല്ലേ ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആവുള്ളൂ. വോളിയം ഓഫ് റിയൽ ഗ്യാസ് സെയിം പ്രഷറിലും സെയിം ടെമ്പറേച്ചറിലും വച്ചിരിക്കുന്ന റിയൽ ഗ്യാസിൻ്റെ വോളിയം അതേ കണ്ടീഷനിൽ വയ്ക്കുന്ന റിയൽ ഐഡിയൽ ഗ്യാസിനേക്കാളും കൂടുതലാണ്. അതാണ് പോയിന്റ്. ഓക്കെ, സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഒരു റിയൽ ഗ്യാസിൻ്റെ വോളിയം അതേ കണ്ടീഷനിൽ ഓക്കുപ്പൈ ചെയ്യുന്ന ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയത്തെക്കാളും കൂടുതലാണെന്നാണ്. മനസ്സിലാണുണ്ടോ? ക്വാണ്ടിറ്റീസ് ഒക്കെ സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ഓർക്കണേ, ടി സെയിം ആണ്, പി സെയിം ആണ്, സെയിം നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ സെയിം നമ്പർ ഓഫ് മോൾസ്, സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, പക്ഷേ വോളിയം റിയൽ ഗ്യാസിന് കൂടിപ്പോയി. അപ്പോൾ രണ്ട് പേരിലുള്ള ഐഡിയൽ ഗ്യാസിനകത്തുള്ള റിയൽ ഗ്യാസിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആണ്. വോളിയം കൂടുന്നെങ്കിൽ നമ്മൾ ആക്ച്വലി എന്ത് പറയും? നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ വോളിയം കൂടും. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Avogadro hypothesis. Okay, at same temperature and pressure volume directly proportional to number of moles. പക്ഷേ ഇവിടെ അങ്ങനല്ല. ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ്, രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ എടുത്ത നമ്പർ ഓഫ് മോൾസും സെയിം ആണ്. ഈവൻ ദെൻ സെയിം നമ്പർ ഓഫ് മോൾ ഉണ്ടെങ്കിലും റിയൽ ഗ്യാസിൻ്റെ വോളിയം ഐഡിയൽ ഗ്യാസിനേക്കാളും കൂടിപ്പോയി. റീസൺ എന്താവാം എന്നാണ്. ഓക്കെ, ഈ ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് നമ്മൾ നോൺ ഐഡിയൽ പറയുമ്പോൾ, ഐഡിയൽ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല. ഓക്കെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജിബിളി സ്മോളുമാണ്. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഐഡിയൽ. നോൺ ഐഡിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക്. ദർ എക്സിസ്റ്റ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. ഇറ്റ് മേ ബി അട്രാക്ഷൻ ഓർ ഇറ്റ് മേ ബി റിപ്പൽഷൻ. അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആവാം. ഓക്കെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും വരും. അതാണ് നോൺ ഐഡിയൽ. ഞാൻ പറഞ്ഞു വരുന്നത് സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്. ഈവൻ ദെൻ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. കാരണം ഈ മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അട്രാക്ഷനേക്കാളും അവിടെ കൂടുതലായിട്ടുള്ളത് എന്താണ്? റിപ്പൽഷനാണ്. അപ്പോൾ റിപ്പൽഷൻ, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് റിപ്പൽഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഗ്യാസ് മോളിക്യൂൾസ് കുറേ കൂടെ ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്ത് പോകും. അപ്പോൾ സെയിം നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലും ഡ്യൂ ടു ദോസ് റിപ്പൾസീവ് ഫോഴ്സസ് ഗ്യാസ് മോളിക്യൂൾസ് വിൽ സ്റ്റേ ആസ് ഫാർ ആസ് പോസിബിൾ. അപ്പോൾ വോളിയം എന്ത് ചെയ്യും? ആക്ച്വലി ഉണ്ടാവേണ്ട വോളിയത്തെക്കാളും കൂടും. പോയിന്റ് കിട്ടിയോ? അപ്പോൾ റിയൽ ഗ്യാസിൻ്റെ വോളിയം സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്, പക്ഷേ റിയൽ ഗ്യാസിൻ്റെ വോളിയം ഐഡിയൽ ഗ്യാസിനേക്കാളും കൂടുതലാണെന്ന് പറയാൻ കാരണം ആ ഉള്ള മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇടയ്ക്ക് റിപ്പൾസീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂ ടു ദോസ് റിപ്പൾസീവ് ഫോഴ്സ് ഗ്യാസ് മോളിക്യൂൾസ് കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഓക്കുപ്പൈ ചെയ്യാൻ കൂടുതൽ സ്പേസ് വേണ്ടി വരും. ദാറ്റ് ഈസ് വൈ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഇസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്താ റീസൺ? റിപ്പൾസീവ് ഫോഴ്സ്. റിപ്പൾസീവ് ഫോഴ്സ് എക്സിസ്റ്റ് between gas molecules. Clear? അടുത്ത പോസിബിലിറ്റി എന്തായിരുന്നു? നമ്മുടെ കംപ്രസിബിലിറ്റി ഫാക്ടർ. കണ്ടീഷൻ നമ്പർ 3 പോസിറ്റീവ് ഡീവിയേഷൻ അല്ലേ? ഓക്കെ, കംപ്രസിബിലിറ്റി ഫാക്ടർ വിൽ ബി ലെസ് ദാൻ 1. ഇസഡ് ലെസ് ദാൻ 1 ആവണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയാലും ശരി, ലെസ് ദാൻ 1 ആയാലും ശരി, ഗ്യാസ് എന്താണ്? നോൺ ഐഡിയൽ ആണ്. ഓക്കെ, നോൺ ഐഡിയൽ. ഇത് ഐഡിയൽ ഗ്യാസ്. ഇത് രണ്ടും നോൺ ഐഡിയലാണ്. പക്ഷേ ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്, നമ്മളെന്ത് പറയും? ഗ്യാസ് ഇസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. റീസൺ എന്താണ്? ഡ്യൂ ടു ദ സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഇസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. അങ്ങനെ ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആയി. ഇസഡ് ലെസ് ദാൻ 1 ആയി എന്ന് വിചാരിക്കും. അപ്പോൾ ലെസ് ദാൻ 1 ആവണമെങ്കിൽ നമ്മളെന്ത് പറയും? ലെസ് ദാൻ 1 ആയാലെന്ന് പറയും നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആവണമെങ്കിൽ വി റിയൽ മസ്റ്റ് ബി ലെസ് ദാൻ വി ഐഡിയൽ. കണ്ടേ, വി റിയൽ ഐഡിയൽ ഗ്യാസിനേക്കാളും കുറഞ്ഞാൽ ഇസഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിപ്പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ്, സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്. ഈവൻ ദെൻ
റിയൽ ഗ്യാസിൻ്റെ വോളിയം ഐഡിയൽ ഗ്യാസിനേക്കാളും കുറഞ്ഞു പോയി. ഇവിടെ ഇപ്പോൾ 2 ലിറ്റർ ആണെങ്കിൽ ഇവിടെ 2 ലിറ്ററിനേക്കാളും കുറവാണ്. അങ്ങനെ വോളിയം കുറയാൻ കാരണം എന്താ? ഈ ഗ്യാസ് മോളിക്യൂൾസിന് സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഡ്യൂ ടു ദോസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഗ്യാസ് മോളിക്യൂൾസ് വിൽ കം ക്ലോസർ, അടുത്തടുത്ത് വരും. അപ്പോൾ അവർക്ക് ഇരിക്കാൻ കുറച്ച് സ്പേസ് മതിയാവുണ്ടാവും. ഓക്കെ, അപ്പോൾ വി റിയൽ ലെസ് ദാൻ വി ഐഡിയൽ എന്ന് പറയണമെങ്കിൽ എന്താ അവിടെ ഉണ്ടാവേണ്ടത്? ദർ എക്സിസ്റ്റ് എ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഈ 3 കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഗ്യാസ് റിയലാണ്, ഐഡിയലാണ്, അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, റിബൾസീവ് ഫോഴ്സും ഇല്ല. ഓക്കെ, ലെസ് ദാൻ 1 ആയാലും ശരി, ഗ്രേറ്റർ ദാൻ 1 ആയാലും ശരി, ഗ്യാസ് എന്താണ്? നോൺ ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്യാസ് നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെന്ന് പറയും. അങ്ങനെ കാണിക്കണമെങ്കിൽ വി റിയൽ ഗ്രേറ്റർ ദാൻ വി ഐഡിയൽ ആവണം, അവിടെ റിപ്പൾസീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് റിയൽ ഗ്യാസ് കൂടുള്ളൂ. ഈ വോളിയം കമ്പയർ ചെയ്യുന്നത് ടെമ്പറേച്ചറും പ്രഷറും നമ്പർ ഓഫ് മോൾസും സെയിം ആണെങ്കിലാണ് കേട്ടോ. ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് ഡീവിയേഷൻ. ഇപ്പോൾ വോളിയം കുറഞ്ഞാലേ ഇസഡ് ലെസ് ദാൻ 1 ആവുള്ളൂ. വോളിയം കുറയണമെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുണ്ടാവണം. ഇപ്പോൾ 3 കണ്ടീഷൻസ്. ഇസഡിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ് ഇസഡ് എന്ന് മനസ്സിലായി, കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് നമ്മൾ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ മെഷർമെൻ്റ് ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യണോ, പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ, നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഗ്യാസ് ഐഡിയൽ ആണോ എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ നമ്മൾ 2-3 രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻ ഓക്കെ, ഫോമുല നമ്മൾ 2-3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 3 കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഞാൻ വാൻ ഡെർ വാൾസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാൻ പോവാം. മോഡിഫിക്കേഷൻ ഓഫ് അതായത് നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഓരോരോ കണ്ടീഷൻസിലായിട്ട് ഞാൻ ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഫോർ 1 mole ഓഫ് ഗ്യാസ്, നമ്മൾ 1 mole ഗ്യാസ് എടുത്താൽ അതിൻ്റെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? P + A/V² ഇൻറ്റു V - B ഈക്വൽ ടു RT. ഇതാണ് 1 mole ഗ്യാസിൻ്റെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനെ 3 ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, കേസ് നമ്പർ 1. ഫസ്റ്റ് കണ്ടീഷൻ, ദ ഗ്യാസ് ഇസ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഗ്യാസ് വളരെ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എക്സിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. മനസ്സിലായോ? പ്രഷർ വളരെ കുറഞ്ഞാൽ വോളിയം വളരെ കൂടുതലല്ലേ. ഇഫ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് വെരി ലോ then the volume of the gas will be very high. ഇക്വേഷൻ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. P + A/V² V - B = RT. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, if the pressure of the gas is very low then the volume of the gas will be very high. If volume is very high then as compared to V the value of B will be negligibly small. അല്ലേ? വോളിയം വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക, വളരെ ഹൈ ആണ് വോളിയം എങ്കിൽ നമ്മൾ പറഞ്ഞു ബിയുടെ ഓർഡർ 10⁻² തൊട്ട് 10⁻⁴ വരെ ആവാം. അങ്ങനെയുള്ള ബിയും വിയും കമ്പയർ ചെയ്താൽ ബി നെഗ്ലിജിബിളി സ്മോൾ അല്ലേ. അപ്പോൾ സിൻസ് ദ പ്രഷർ ഈസ് വെരി ലോ വോളിയം വിൽ ബി വെരി ഹൈ ആണല്ലോ. ഇഫ് ദ വോളിയം ഈസ് വെരി ഹൈ ദാസ് കമ്പയർഡ് ടു വി, ബി ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു ഫാക്ട്, ഇവിടെ ടേം ഉള്ളത് A/V². വി വെരി ഹൈ എന്ന് പറഞ്ഞു, വി വെരി ഹൈ അല്ലേ. അപ്പോൾ A/V² ഇസ് നെഗ്ലിജിബിളി സ്മോൾ അല്ലേ. ഇവിടെ എനെ വിയുടെ സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇല്ലാണ്ട് പോയി. ഓക്കെ, സിൻസ് ദ വോളിയം ഈസ് വെരി ഹൈ വി ക്യാൻ നെഗ്ലക്ട് B and A/V² can be neglected. അപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ, പ്രഷർ വളരെ ലോ ആണെങ്കിൽ വോളിയം വളരെ ഹൈ ആയിരിക്കും. വോളിയം വളരെ ഹൈ ആണെങ്കിൽ
as compared to V, B can be neglected. If the volume is very high, then A by V square will be extremely small. That can be neglected. അപ്പോൾ ഇവിടെ നമ്മൾ ബിയും നെഗ്ലക്ട് ചെയ്യാം, എ ബൈ വി സ്ക്വയറും നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ രണ്ടിനെയും നെഗ്ലക്ട് ചെയ്താൽ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആയി എന്ന് പറയാം. ഇവിടുന്ന് എ ബൈ വി സ്ക്വയർ നെഗ്ലക്ട് ആയി പോയാൽ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ, പി എ ഉള്ളൂ. ഇവിടെ നിന്ന് ബി നെഗ്ലക്റ്റ് ആയി പോയാൽ ബാക്കി എന്തുണ്ട്, വി എ ഉള്ളൂ. അപ്പോൾ പി വി ഈക്വൽ ടു ആർ ടി. ഇതല്ലയോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? ഫോർ 1 mole of gas, പി വി ഈക്വൽ ടു ആർ ടി. ദാറ്റ് മീൻസ് ഈവൻ റിയൽ ഗ്യാസസ്, ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ റിയൽ ഗ്യാസ്. ഓക്കെ, ആ ഇക്വേഷൻ പറയുന്ന പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ആ വാൻ ഡെർ വാൾസ് ഇക്വേഷനെ നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിൽ അപ്ലൈ ചെയ്തു, വെരി ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലും. അപ്പോൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് മാറി. ദാറ്റ് മീൻസ് ഈവൻ റിയൽ ഗ്യാസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ 2 കണ്ടീഷൻ പറഞ്ഞു, ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ, ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും, ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എല്ലാ ഗ്യാസും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ becomes ideal gas equation. That means all gases behaves like ideal gas under this condition. Okay, so we can say van der Waals equation can be reduced to PV equal to RT at low pressure and high temperature. അപ്പോൾ കണ്ടീഷൻ നമ്പർ 1 മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരി, ഓക്കെ അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാൻ പോവാം. കേസ് നമ്പർ 2. The gas is, second condition, the gas is at moderate pressure, അല്ലെങ്കിൽ നമുക്ക് പറയാം ലോ പ്രഷറാണെന്ന് പറയാം. മോഡറേറ്റ് ഓർ ദാറ്റ് ഈസ്, ഇവിടെ ഫസ്റ്റ് കേസിൽ ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് വെരി ലോ, വളരെ കുറഞ്ഞ പ്രഷറും ഹൈ ടെമ്പറേച്ചറും. പക്ഷെ ഇവിടെ വളരെ ഹൈ അല്ല വളരെ ലോ അല്ല, പക്ഷേ പ്രഷർ ഇച്ചിരി കുറവാണ്, ലോ പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തൊക്കെ ചേഞ്ചസ് വരും എന്നാണ് കാണുക. So the gas is at low pressure. Okay, pressure low ആണെങ്കിൽ എ ബൈ വി സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എ ബൈ വി സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യണമെങ്കിൽ പി മസ്റ്റ് ബി വെരി ഹൈ. ഓക്കെ, പി വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് എ ബൈ വി സ്ക്വയർ. അപ്പോൾ ഇവിടെ മോഡറേറ്റ് പ്രഷർ, ദാറ്റ് ഇസ് ലോ പ്രഷർ ആണ്. സിൻസ് ദ പ്രഷർ ഇസ് ലോ, എ ബൈ വി സ്ക്വയർ കെൻ നോട്ട് ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, പക്ഷേ ലോ പ്രഷറിൽ വോളിയം ഹൈ ആണ്. മനസ്സിലാവുന്നുണ്ടോ? At low pressure volume is high. ബിയുടെ ഓർഡർ 10⁻² to 10⁻⁻4 ആയത് കാരണം ഈ ബി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അണ്ടർ മോഡറേറ്റ് പ്രഷർ, സിൻസ് ദ പ്രഷർ ഈസ് ലോ, പി ലോ ആണ്. അപ്പോൾ എ ബൈ വി സ്ക്വയർ കെൻ നോട്ട് ബി നെഗ്ലക്റ്റഡ്. ബട്ട് അറ്റ് ലോ പ്രഷർ V is very high, so B can be neglected. അപ്പോൾ നമ്മൾ ബി നെഗ്ലക്റ്റ് ചെയ്തു. ആ ബി നെഗ്ലക്റ്റ് ചെയ്ത് ഇക്വേഷൻ മോഡിഫൈ ചെയ്താൽ ഇക്വേഷൻ എങ്ങനെയായി, പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ആർ ടി. ഓക്കെ, വി കൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പി വി പ്ലസ് എ ബൈ വി ഈക്വൽ ടു ആർ ടി. ഓക്കെ, ഞാൻ ഇക്വേഷൻ ത്രൂ ഔട്ട് ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. പി വി ബൈ ആർ ടി, ഓക്കെ, പ്ലസ് എ ബൈ ആർ ടി വി ഈസ് ഈക്വൽ ടു 1. ആർ ടി ബൈ ആർ ടി 1. വാട്ട് ഈസ് പി വി ബൈ ആർ ടി? കംപ്രസിബിലിറ്റി ഫാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസഡ് ഈസ് ഈക്വൽ ടു പി വി ബൈ NRT. 1 mole ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ പി വി ബൈ ആർ ടിക്ക് പകരം ഞാൻ എന്ത് എഴുതി, കംപ്രസിബിലിറ്റി ഫാക്ടർ. സോ Z ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ ഇത് ZI, Z ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി വി, 1 മൈനസ് എ ബൈ ആർ ടി വി. സോ Z will always
Z will always less than 1. മനസ്സിലായോ? കണ്ടീഷൻ ഇതാണ്, ലോ പ്രഷറാണ്. അപ്പോൾ അറ്റ് ലോ പ്രഷർ compressibility factor of any gas will be less than 1. ഈ കംപ്രസിബിലിറ്റി നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ എയും ഉണ്ടായിരുന്നു ബിയും ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എ ഉണ്ട്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് ബി ഉണ്ട്. എ എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ബി ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം. ഓക്കെ, പക്ഷേ ലോ പ്രഷറിൽ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ ടേമിൽ എഴുതിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും വിഷയമില്ല. പി വി പ്ലസ് എ ബൈ വി ഈക്വൽ ടു ആർ ടി. ആ ഇക്വേഷനിൽ എയുടെ ടേം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി വി എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിക്ക് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് എ എന്തുവാ? ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ attractive force predominates attractive force predominates over size of molecule. അപ്പോൾ ഇവിടെ മോളിക്യൂളിൻ്റെ സൈസിനല്ല ഇമ്പോർട്ടൻസ് വരിക, പിന്നെ എന്തിനാണ്? അട്രാക്റ്റീവ് ഫോഴ്സിനാണ്. ബിക്കോസ് കംപ്രസിബിലിറ്റി ഫാക്ടർ under this condition at low pressure compressibility factor depends upon A. Okay, so Z will be less than 1, that is gas molecule nadikula attractive force nal significance vara. So attractive force predominates over size of molecule. Okay, appo namukku oru condition koodi undu, namukku nokkam. Third condition, the gas is at very high pressure. Condition number 3, the gas is at high pressure. ഓക്കെ, പ്രഷർ വളരെ ഹൈ ആകുമ്പോൾ വോളിയം ഈസ് വെരി ലോ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം അറ്റ് ഹൈ പ്രഷർ വോളിയം ഈസ് വെരി ലെസ്. വോളിയം വളരെ കുറഞ്ഞാൽ ബി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരും കമ്പയറബിളായി. വി വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് ബി നെഗ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പ്രഷർ ഈസ് വെരി ഹൈ. ഹൈ പ്രഷറിൽ വോളിയം വളരെ കുറവാണ്. സോ സിൻസ് ദ വോളിയം ഈസ് ലോ, ബി കനോട്ട് ബി നെഗ്ലക്റ്റഡ്. ക്ലിയർ? പ്രഷർ വളരെ ഹൈ അല്ലേ, പി ഇസ് വെരി ഹൈ. സോ എ ബൈ വി സ്ക്വയർ നമുക്ക് പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ബൈ വി സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാം. സിൻസ് പ്രഷർ ഈസ് ഹൈ, എ ബൈ വി സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സിൻസ് വോളിയം ഈസ് ലെസ്, ബി കനോട്ട് ബി നെഗ്ലക്റ്റഡ്. പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ. അറ്റ് ഹൈ പ്രഷർ, സിൻസ് ദ പ്രഷർ ഈസ് വെരി ഹൈ, എ ബൈ വി സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അറ്റ് ഹൈ പ്രഷർ വോളിയം ഈസ് ലെസ്, സിൻസ് ദ വോളിയം ഈസ് ലെസ്, ബി cannot be neglected. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്യും? പി ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പി വി മൈനസ് പി ബി ഇസ് ഈക്വൽ ടു ആർ ടി. ഞാൻ ത്രൂ ഔട്ട് ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പി വി ബൈ ആർ ടി മൈനസ് പി ബി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? പി വി ബൈ ആർ ടി കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് എടുത്താൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി. ഓക്കെ, സോ അറ്റ് ഹൈ പ്രഷർ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ക്യാൻ ബി ഡിഡക്റ്റഡ് ഓർ ക്യാൻ ബി റെഡ്യൂസ് ടു Z ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി. ഇവിടെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണ്? ബീനെ ഡിപ്പെൻഡ് ചെയ്യുക. 1 പ്ലസ് എന്നല്ലേ വന്നേക്കുന്നത്. സോ Z വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. എപ്പോഴാ? അറ്റ് ഹൈ പ്രഷർ. ഇതൊക്കെ ഓർക്കണേ, നമ്മൾ ഗ്രാഫിനെ അടുത്തൊരു ഗ്രാഫിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടി വരും. അറ്റ് ഹൈ പ്രഷർ, സിൻസ് Z ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി, Z വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇവിടുത്തെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബീനെയാണ്. എന്താ ബി? ഗ്യാസ് മോളിക്യൂളിൻ്റെ സൈസ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിന് ഇവിടെ കാര്യമായ പങ്കൊന്നും ഇല്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് പറയാം സൈസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ predominates. Okay, at high pressure size of molecule predominates over attractive force, but at low pressure attractive force predominates over size of molecules. Okay, അപ്പോൾ നമ്മൾ 3 കണ്ടീഷനിൽ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 3 ഡിഫറെൻറ്റ് ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതി? പി വി ഈക്വൽ ടു ആർ ടി. ഓക്കെ, അറ്റ് ഹൈ പ്രഷർ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ക്യാൻ ബി
written as Z is equal to 1 plus PB by RT. At low pressure, van der Waals equation can be written as Z is equal to 1 minus A by RTV. ഇപ്പോൾ ഓരോ കണ്ടീഷനിലും എന്തൊക്കെ നെഗ്ലക്ട് ചെയ്യും, എങ്ങനെ റെഡ്യൂസ് ചെയ്യും എന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ്റെ മോഡിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് 3 ഡിഫറെൻറ്റ് കണ്ടീഷനിൽ. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ ഓരോ കണ്ടീഷനിലും എങ്ങനെ വേരി ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായോ? ഇനി ഒരു ഗ്രാഫിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.